ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹേ മിടുക്കോ. ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സെക്കൻഡ് ഇയറിലെ എൻ്റെ ലാസ്റ്റ് തിയറി എക്സാംസ് നടക്കുന്ന ഡേ ആണ്. കഴിഞ്ഞ 1.5 മാസമായിട്ട് ഫുള്ള് പുസ്തകവും നോട്ട്സും എല്ലാം ആലോചിച്ചിരുന്നൊരു ലോകമായിരുന്നു. അത് ഇന്നത്തോടെ കഴിയല്ലോ ആലോചിക്കുമ്പോൾ നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആകെയുള്ള കുഴപ്പം മൈക്രോബയോളജി പേപ്പർ 2 ആയിരുന്നു എക്സാം. പേപ്പർ 1 അത്യാവശ്യം എല്ലാവർക്കും പാടായതുകൊണ്ട് തന്നെ ഇതിലെന്ത് ചോദിക്കുന്നോ എന്ത് എക്സ്പെക്ട് ചെയ്യണമെന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഏതായാലും രാവിലെ മനസ്സില്ലാ മനസ്സോടെ 6 മണിക്ക് തന്നെ എണീച്ചു. എക്സാം ഡേ മാത്രം രാത്രി 1 മണി തൊട്ട് 6 മണി വരെയാണ് എൻ്റെ സ്ലീപ്പ് പോരാന്നൊക്കെ അറിയാം. പക്ഷെ എന്ത് ചെയ്യാനാ, പാസ്സാവണ്ടേ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസിൻ്റെ ലാബ് ഡയഗ്നോസിസ് ഒക്കെ വായിക്കാമെന്ന് വിചാരിച്ചു. ഏത് ലാബ് ഡയഗ്നോസിസ് ചോദിച്ചാലും ലാസ്റ്റ് എത്തിപ്പെടുക എലൈസ മാൾഡിറ്റോ വിട്ടൊക്കെ ആയിരിക്കും അല്ലേ. പിന്നൊരു പ്രശ്നം, ഓണം പ്രമാണിച്ച് മെസ്സ് അവധിയായിരുന്നു. അതുകൊണ്ട് തലേ ദിവസം വാങ്ങി വെച്ച റോബസ്റ്റ പഴമായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതൊക്കെ കഴിച്ച എക്സാമിനേഷൻ ഹാൾ എത്തുമ്പോൾ തന്നെ വിശക്കുന്നറിയാം. പക്ഷെ അപ്പോഴും എന്ത് ചെയ്യാനാ, എക്സാം അല്ലേ, പാസ്സാവണ്ടേ. യൂണിവേഴ്സിറ്റി എക്സാംസ് ഒക്കെ നടക്കുന്നത് 9:30 to 12:30 ആണ്. പക്ഷെ 8:45 ആകുമ്പോഴത്തേക്ക് എല്ലാവരും അവിടെ എത്തണം എന്ന് പറയും. 9 മണി ആകുമ്പോഴത്തേക്ക് വാതിൽ അടയ്ക്കുന്നതായിരിക്കും. ലാസ്റ്റ് എക്സാം ആണല്ലോ എന്ന് ആലോചിക്കുമ്പം നല്ല റിലീഫ് ഉണ്ടായിരുന്നു. പക്ഷേ മൈക്രോ ആണ്, എന്തൊക്കെ ചോദിക്കും എന്നൊക്കെ ആലോചിച്ചപ്പം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എക്സാമിനേഷൻ ഹാളിൽ പൗച്ചസും റിസ്റ്റ് വാച്ചസും ഒന്നും അലൗഡ് അല്ല. അതാണ് എല്ലാം കൈ പിടിച്ച് പോകുന്നത്. ശുഭപ്രതീക്ഷയോടെ അങ്ങനെ എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ വരാന്ത. അങ്ങനെ നീണ്ട 3 മണിക്കൂറുകൾക്ക് ശേഷം 12:30 എക്സാം ഒക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. ആദ്യം തന്നെ എസ് എ TBയും റേബിസും അല്ലേന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളായിരുന്നു. അത് രണ്ടും ശരിയാന്ന് കണ്ടപ്പോൾ തന്നെ നല്ല റിലീഫ് കിട്ടി. ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന ഏതെങ്കിലും ഫസ്റ്റ് ഇയേഴ്സോ സെക്കൻഡ് ഇയേഴ്സോ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാം പേപ്പേഴ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഫൈനലി യൂണിവേഴ്സിറ്റി തിയറി എക്സാംസ് കഴിഞ്ഞ് കിട്ടിയെന്ന് ആലോചിക്കുമ്പോൾ നല്ല റിലീഫ് തോന്നി. ഇനി കുറച്ച് ദിവസത്തേക്ക് പൊതിച്ചുമൂടി ഒന്നും ആലോചിക്കാണ്ട് കിടക്കാലോ. എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ബാച്ച്മേറ്റ്സ് എല്ലാവരും കൂടെ അനാട്ടമി ലെക്ചർ ഹാളിൽ വന്നിരുന്നു. ജസ്റ്റ് ആർട്സിനെ പറ്റിയും ഇനി വരാൻ പോകുന്ന ഓണാഘോഷത്തിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാനായിരുന്നു. നിങ്ങളിൽ പലരും തിയറി എക്സാംസ് മാത്രമേ ഉള്ളൂ, പ്രാക്ടിക്കൽ എക്സാം ഇല്ലേന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവും. അതുകൊണ്ട്, പക്ഷേ അതിൻ്റെ ഡേറ്റ് വന്നത് 16-ാം തീയതി ആയിരുന്നു. അത്യാവശ്യം നല്ല ടൈമുണ്ട്. സംഭവം ശരിയാണ്, ബാച്ച് മീറ്റിംഗ്സ് ഒക്കെ അത്യാവശ്യമാണ്. പക്ഷേ എനിക്ക് സഹിച്ചിരിക്കാൻ പറ്റണ്ടേ. രാവിലത്തെ 2 റോബസ്റ്റ പഴത്തിലാണ് ഇതൊക്കെ ഓടുന്നത്. സോ മീറ്റിംഗ് കഴിഞ്ഞ പാട് ഓടിപ്പോയി എടുത്തുള്ള ഒരു താജ് ഹോട്ടലിൽ പോയിട്ട് ബിരിയാണി ഓർഡർ ചെയ്തു. ബിരിയാണി കഴിച്ച് തീർന്നപ്പോഴത്തേക്ക് സമയം ഏകദേശം 2 മണി കഴിഞ്ഞായിരുന്നു. 3:50 എനിക്ക് കോഴിക്കോടേക്കുള്ള ട്രെയിൻ ഉള്ളതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡാക്കാൻ പോവാണ്. ആഫ്റ്റർ 2 ലോങ് മന്ത്സ് യൂണിവേഴ്സിറ്റി തിയറി എക്സാംസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 16-ാം തീയതി പ്രാക്ടിക്കൽ എക്സാംസേ ഉള്ളൂ. അതുവരെ വീട്ടിലൊക്കെ പോയി ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പോവാം. മൈക്രോ പേപ്പർ 1-നേക്കാളും എളുപ്പമായിരുന്നു ഇന്ന്. എനിക്ക് പേപ്പർ 1 അത്യാവശ്യം എസ്സേ തൊട്ട് എല്ലാ ക്വസ്റ്റ്യൻസും അത്യാവശ്യം പാടായിരുന്നു. പക്ഷേ ഇന്ന് 2 എസ്സേയും എളുപ്പമായതുകൊണ്ടാണ് തോന്നുന്നു. ഒരു റിലീഫുണ്ട്. വലിയ പേടിയും കാര്യങ്ങളൊന്നുമില്ല, പാസ്സാവും തോന്നുന്നു. വേഗം തന്നെ ഓടിപ്പിടിച്ച് ഹോസ്റ്റലിലേക്ക് പോയിട്ട് പാക്ക് ചെയ്യണം. കാരണം എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇതുവരെ പാക്ക് ചെയ്യലൊന്നും തുടങ്ങിയില്ല. 8-ാം തീയതി തിരിച്ചു പോരാനാണ് ഇപ്പോഴത്തെ പ്ലാൻ. 9-ാം തീയതി ഓണാഘോഷം പരിപാടിയുണ്ട് കോളേജിൽ. സോ 8-ാം തീയതി വരെ വീട്ടിൽ നിൽക്കാനാണ് ഇപ്പോൾ പോകുന്നത്. പാക്ക് ചെയ്യലെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് തിരുമ്പാനുള്ള ഡ്രസ്സസൊക്കെ കൊണ്ടുപോകണം, അമ്മേനെ കൊണ്ട് തിരുമ്മിക്കണം, വരണം. വീട് നല്ലോണം ദൂരെ ആയതിനാൽ എന്തെങ്കിലും സ്റ്റഡി ലീവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ വീട്ടിൽ യൂഷ്വലി പോകാറുള്ളൂ. പക്ഷേ ഇപ്പോൾ ഹാപ്പിയാണ്. അത്യാവശ്യം ബുക്സും കാര്യങ്ങളും ഒന്നും എടുക്കാണ്ട് പ്യുവർലി ഡ്രസ്സ് മാത്രം എടുത്താണല്ലോ പോകുന്നത്. ഓണം ലീവ് ആയതുകൊണ്ട് ട്രെയിനിൽ നല്ല തിരക്കുണ്ടായിരുന്നു. എന്നെപ്പോലെ ലീവിന് വീട്ടിലേക്ക് പോകുന്ന സ്റ്റുഡൻസ് ആയിരുന്നു മെജോറിറ്റി പോർഷനും ട്രെയിനിൽ. ഞാൻ ലാസ്റ്റ് ആയിട്ട് വീട്ടിൽ വന്നത് യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ സ്റ്റഡി ലീവിനാട്ടോ. പക്ഷേ അപ്പോൾ ഫുള്ള് പഠിത്തവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫാമിലിയായിട്ട് നല്ലോണം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഈ ഒരു ലീവിന് നല്ലോണം ഫുഡ് കഴിച്ച് ഉറങ്ങണം. പിന്നെ ഏറ്റവും മെയിൻലി ബക്കറ്റ് ലിസ്റ്റിലുള്ളത് ലോക പോയി കാണുന്നതാണ്. ഈ എക്സാമിൻ്റെ ഇടയിൽ കുറച്ച് ഫ്രണ്ട്സൊക്കെ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് മൈക്രോ എക്സാമിൻ്റെ തലേന്ന് പോകാൻ നല്ല പേടിയായിട്ട് ഞാൻ പോയില്ലായിരുന്നു. ആരെങ്കിലും ലോകയൊക്കെ കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് പറയട്ടോ. ഇനി കോഴിക്കോട് എത്തിയാലോ, അവിടുന്ന് അടുത്തൊരു ബസ് കയറിയിട്ട് ബാലുശ്ശേരി എത്തണമല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഒരു മടുപ്പ് വരികയാണ്. അപ്പോൾ അത്രയ്ക്കുള്ളായിരുന്നു എൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് സെക്കൻഡ് ഇയർ എക്സാംസ്. അങ്ങനെ അടിപൊളിയായിട്ട് എല്ലാ എക്സാംസും എഴുതി. കുറേ എക്സാംസ് പാടായിരുന്നു. എനിക്ക് ഏറ്റവും പാടായത് പത്തോളജി പേപ്പേഴ്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് മൈക്രോ, അത് കഴിഞ്ഞിട്ട് ഫാർമക്ക. ആ ഒരു ഓർഡറിലായിരുന്നു ടഫ്നെസ് വന്നത്. എക്സാമിൻ്റെയും വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ ഓട്ടത്തിൻ്റെ ഇടയിൽ അത്യാവശ്യം നല്ല മൊമെൻറ്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇനി പ്രാക്ടിക്കൽ എക്സാം കൂടെ കഴിഞ്ഞിട്ടേ റിസൾട്ടുകൾ വരുന്നുള്ളൂ. അത്രയ്ക്കായിരുന്നു എൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് തിയറി എക്സാംസ് വ്ലോഗ്. അങ്ങനെ MBBS ജീവിതത്തിലെ സെക്കൻഡ് ഇയർ ചാപ്റ്ററും ഓൾമോസ്റ്റ് ക്ലോസ് ആവാൻ പോവാണ്. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നവരേക്കും ബൈ.